വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ കപ്പ് കേക്സും കേക്സും എല്ലാം ഡെക്കറേറ്റ് ചെയ്യാവുന്ന പൈപ്പിംഗ് കൺസിസ്റ്റൻസിയിലുള്ള ഒരു ബട്ടർക്രീം ഐസിംഗ് റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. അൺസോൾട്ടഡ് ബട്ടർ 225 grams, icing sugar 350 grams, whipping cream 2 tablespoons, vanilla extract half teaspoon. ഇനി നമുക്ക് ഈ ബട്ടർ ഒരു ബൗളിലേക്ക് മാറ്റാം. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ വേണം യൂസ് ചെയ്യേണ്ടത്. ഒരിക്കലും ബട്ടർ ചൂടാക്കി യൂസ് ചെയ്യാൻ പാടില്ല. സ്റ്റാൻഡ് മിക്സറോ ഇലക്ട്രിക് വിസ്കോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ ഐസിങ് റെഡിയായി വരുള്ളൂ. ഞാനിവിടെ ഒരു സ്റ്റാൻഡ് മിക്സറിലോട്ട് ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ടൊരു മീഡിയം സ്പീഡിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി സ്പീഡ് കുറച്ച് വെച്ചിട്ട് ഐസിങ് ഷുഗർ കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. തരി ഒട്ടുമില്ലാതെ നന്നായിട്ട് അരിച്ച ഐസിങ് ഷുഗറാണ് നമ്മളിതിലേക്കായി യൂസ് ചെയ്യുന്നത്. ഷുഗർ ഫുള്ളായിട്ട് ആഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഒരു 5 minutes ഹൈ സ്പീഡിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി സ്പീഡ് കുറച്ച് വെച്ചിട്ട് വാനില എക്സ്ട്രാക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. യൂഷ്വലി ബട്ടർക്രീം റെസിപ്പിയിൽ വിപ്പിംഗ് ക്രീം യൂസ് ചെയ്യാറില്ല. ഒരു 2:1 റേഷ്യോയിൽ ഐസിങ് ഷുഗറും ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഒരു ഓവർ സ്വീറ്റ് അല്ലാത്ത ഒരു ഐസിങ്ങിന് വേണ്ടിയിട്ടാണ് ഷുഗറിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചിട്ട് സ്വീറ്റൻഡ് വിപ്പിംഗ് ക്രീം യൂസ് ചെയ്യുന്നത്. വിപ്പിംഗ് ക്രീം ചേർത്ത ശേഷം ഓവർ ബീറ്റ് ചെയ്യാതെ ശ്രദ്ധിക്കണം. 2 minutes ബീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ബട്ടർക്രീം ഐസിങ് റെഡി ആയിട്ടുണ്ട്. കപ്പ് കേക്സും കേക്സും എല്ലാം ഡെക്കറേറ്റ് ചെയ്യാവുന്ന പൈപ്പിംഗ് കൺസിസ്റ്റൻസിയിലുള്ള ബട്ടർക്രീം ഐസിങ് റെസിപ്പിയാണിത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.